ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന കുരുമുളക് ഇട്ടിട്ടുള്ള പുളിശ്ശേരി, ചാത്തത്തിനൊക്കെ വെക്കുന്ന പുളിശ്ശേരിയാണ്. അതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഒരു 1/4 കിലോ 250 ഗ്രാം ചേന, ഒരു നേന്ത്രക്കായ, ഒരു മുറി തേങ്ങ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. എരി വേണേ കുറച്ചുകൂടെ ആകാൻ, നന്നായിട്ട് എരി വേണം. 1/2 ടേബിൾ സ്പൂൺ ജീരകം. ഇത് ഇത്രയും കൂടെ അരയ്ക്കാൻ വേണ്ടിയത്. വറുത്തിടാൻ 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ 1/2 ലിറ്റർ തൈര്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇത് ചേനയും കായും തൊലി കളഞ്ഞ് കഴുകിയെടുക്കാം. നമ്മൾ തൊലി കളയുന്ന കഴുകിയിട്ട് ഇങ്ങനെ കളയുള്ളൂ. മുഴുവൻ തൊലിയും ഉപ്പേരിക്ക് കളയുന്ന പോലെ കളയില്ല, ഇങ്ങനെ ചീകി മാത്രമേ കളയുള്ളൂ. അത് വളരെ ഇത് മേടിക്കുമ്പോൾ കിട്ടുന്ന കായല്ലേ, വല്ല വിളഞ്ഞ് കിട്ടുവാണെങ്കിൽ തൊലി ഇങ്ങനെ കാണിച്ചാൽ മതി, പോകും. കഴുകിയിട്ടേ അരിയാവുള്ളൂ. ഇത് കഴുകിയതാ. ഇനി ചേന നമുക്ക് നന്നായിട്ട് തൊലി ചെത്തി കഴുകിക്കൊണ്ടുവന്ന് അരിയാം. ചേനയും തൊലി ചെത്തി കഴുകിയിട്ടേ അരിയാവും. പലകയിലൊന്നും വെച്ചരിയരുത്, ഇങ്ങനെ അരിയാവുള്ളൂ. ചേനയും ചേമ്പും ഒക്കെ അരിയുമ്പോൾ കൈ ചൊറിയുമെന്നുള്ളവര് ഒന്നുകിൽ ഉടൻ തന്നെ ചൂടുവെള്ളത്തിൽ കൈ മുക്കുക. കൈ മുക്കിയിട്ട് സോപ്പിട്ട് കഴിക്കാൻ മതി. അല്ലെങ്കിൽ കയ്യിൽ ഇത്തിരി എണ്ണ പുരട്ടിയിട്ട് അരിഞ്ഞാൽ, അരിഞ്ഞങ്ങ് കഴുകി സോപ്പിട്ട് കഴുകിയാൽ ചൊറിച്ചിൽ വരത്തില്ല. സ്വല്പം എണ്ണമയം, ഏതെണ്ണയായാലും മതി, എന്തെങ്കിലും ഒരു മയം പുരട്ടിയാൽ മതി. ഇനി നമ്മളിത് കുക്കറിലേക്ക് ഇടണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. പച്ചമുളക് വേണ്ട, മഞ്ഞപ്പൊടി വേണ്ട, നികക്ക വെള്ളം ഒഴിക്കുക. പുളിയുള്ളതായിരിക്കണം തൈര്. ചേന വേവുന്ന അത്രയും ഒരു 4 വിസിൽ വേണം. മഞ്ഞപ്പൊടിയൊന്നും വേണ്ട. ഒരു 4 വിസിൽ കേൾക്കുമ്പോൾ നമുക്കിത് നിർത്താം. അപ്പോഴത്തേക്ക് തേങ്ങ തിരികെ അരച്ചുകൊണ്ട് വരാം. ഒരു മുറി തേങ്ങ എടുത്ത് കുരുമുളക് ഞാൻ കഴുകിയിടണം. ഞാൻ കഴുകി ഉണങ്ങി വെച്ചിരിക്കും, അതുകൊണ്ടാണ് കഴുകാത്തത്. ജീരകവും. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചരയ്ക്കരുത്, തൈരൊഴിച്ചിട്ടേ അരയ്ക്കാവുള്ളൂ. അതിന് വെള്ളം ഉണ്ടല്ലോ, പാകത്തിന് ഇടയ്ക്കിടയ്ക്ക് തൈരൊഴിച്ച് കൊടുത്തോണം. ഇത് അരയ്ക്കണം, വെണ്ണ പോലെ അരയ്ക്കണം. തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചു. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന തൈര് ഒന്ന് ഉടയ്ക്കണം. ഞാനത് ഈ ബൗളിലോട്ടിട്ട് ഉടച്ചുകൊണ്ട് വരാം. ഇതും കൂടി നമുക്ക് ഉടച്ചു കൊണ്ടുവരണം.
ഉടയ്ക്കാതെ കട്ടത്തൈരായിട്ട് ഒഴിക്കരുത്, ഉടയ്ക്കണം. കുറച്ച് പുളിയും വേണം തൈരിന്. ഇനി ഇത് വെന്തു, നന്നായിട്ട് വെന്തു. വെള്ളം ഇത്തിരി കൂടുതലാണ്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഉപ്പിട്ട് ഒന്ന് തിളയ്ക്കണം. നമ്മൾ ഉപ്പിട്ടില്ല, ചേന വേവോ ഇല്ലയോ എന്നറിയാൻ വയ്യാത്തതുകൊണ്ട് ഉപ്പിട്ടില്ല. ചേനയ്ക്ക് ഉപ്പിട്ടാൽ ആദ്യമേ ഉപ്പിട്ടാൽ വേവില്ല. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഒരു തിള വന്നു കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാം. ഒരു തിള വന്നു കഴിഞ്ഞപ്പോൾ ഉപ്പ് അതിലൊക്കെ പിടിച്ചു. ഇനിയും നമുക്ക് തേങ്ങ ചേർക്കാം. സിമ്മാക്കി വെച്ചുകൊണ്ട് ചേർക്കണം. ബാക്കി തൈര് ഞാൻ മിക്സിയിലിട്ട് ഉടച്ചല്ലോ, അതും കൂടെ ചേർക്കണം. ഇതൊന്ന് പതഞ്ഞാൽ മതി. അപ്പം നല്ല പാകമായി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നമ്മൾ ആ അടപ്പ് കൊണ്ടോ എന്തുകൊണ്ടേലും ഇങ്ങനൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ പാത്രത്തിൽ പകരാവുള്ളൂ. അപ്പോഴേ ആ ഫ്ലേവറും കടുക് വറുത്തതിൻ്റെ ഗുണമൊക്കെ കിട്ടുള്ളൂ. കടുക് വറുക്കുവാന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് ജീരകമാണ് വറുത്തിടുന്നത്. കറിവേപ്പിലയാട്ട, മല്ലിയിലയാട്ട ഒന്നുമില്ല. ഇത് സാധാരണ നമ്മൾ വെളിച്ചൊക്കെ ചാത്തത്തിൽ അന്ന് ഇടുന്ന കൂട്ടാൻ. ജീരകം ധാരാളം ഇടാം. കടുക് വറക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ കടുക് വറക്കുമെന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ജീരകം വറക്കുമ്പോൾ നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് സ്റ്റൗവൊക്കെ വൃത്തികേടാകും. കടുക് മാതിരി ജീരകവും പൊട്ടി ഇങ്ങനെ ഇരിക്കും. ജീരകം പൊട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഉടനെ നമ്മളങ്ങ് അടച്ചു വെക്കണം. അല്ലെങ്കിൽ ആ ഫ്ലേവർ പോകും. അതാ. ഇനി നമുക്ക് പുളിശ്ശേരി ഇതിനകത്തേക്ക് ഒഴിക്കാം. അതെപ്പോഴും ഒരു അടി വെച്ചിട്ട് ചൂടുള്ള പാത്രം, തടിയോ അല്ലെങ്കിൽ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ, ഒരു ബാഡ് കണ്ടക്ടർ വെച്ചിട്ട് നമ്മൾ ചൂടുള്ള പാത്രം ഇതിലേക്ക് എല്ലാം ഒഴിക്കാവുള്ളൂ. ശരിയായാലും വെള്ളമായാലും എല്ലാം, അല്ലെങ്കിൽ പാത്രം പൊട്ടും. എന്നാലും ഓരോ തവി വീതമേ ഒഴിക്കാവുള്ളൂ. ഒന്നിച്ചൊഴിക്കുമ്പോൾ ആ പാത്രത്തിന് ചൂട് താങ്ങാൻ പറ്റാതെ വരും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റുകൾ എഴുതണം.